അത് ബോധപൂർവം പറഞ്ഞതാണ്. അതിന്റെ സാഹചര്യം ഒന്നുകൂടി വിശദീകരിക്കാൻ പറ്റുമോ? സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് കാരണം നമ്മളൊരു പിന്നെ പടത്തിൽ വന്ന് നമ്മൾ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിൻ്റെ അകത്ത് സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കായി അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഡേറ്റ് അങ്ങോട്ടുകൂടി ക്ലാഷ് ആവും. കാരണം പല സ്ഥലത്തുനിന്നും അപ്പം ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഇടവേള വെച്ചിട്ട് വിളിച്ച് പറഞ്ഞ ഹരീഷിൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം, ഹരീഷിൻ്റെ പരാതി തീർക്കാൻ എനിക്ക് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഡേറ്റ് നോക്കിക്കോളാം, ഒക്കെ കറക്റ്റ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെടുത്ത് വന്ന് ആ ആള് കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മൾ എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടുന്ന ആ ആളായിരുന്നു. ഒരു കൊല്ലം 10-15 പടങ്ങൾ ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് നമുക്ക് അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 വർഷം ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. കൊറോണ വന്ന് 2 വർഷം കൊറോണ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു ചോദിച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. തരാം, അത് ഇറങ്ങിയിട്ട് തരാം, മറ്റേ പടം ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് അമ്മയെ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ആ പടങ്ങളൊന്നുമില്ല, പിന്നെ ഒരു പടവുമില്ല, ആരും വിളിക്കണമില്ല. പിന്നെ നമ്മളിപ്പം രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട് വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പല സ്ഥലത്തും ഇതിനെ പറ്റി പല നെഗറ്റീവും സമയത്തിന് വരില്ല. പിന്നെ ഭയങ്കര പിന്നെ നേരത്തെ പണി എനിക്ക് മനസ്സിലായില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് 6 മണിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറിനാൻ കഴിയും ഒരാൾക്ക്. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അത് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട്. കാരണം നമ്മളെ കൊറോണയ്ക്ക് ശേഷം സിനിമകൾ മാറി, ഹ്യൂമറിൻ്റെ പരിപാടികളെ മാറി. നമ്മൾ ചെയ്ത ഹ്യൂമറൊന്നുമല്ല ഇപ്പം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാലും തീരെ ക്ലീൻ ഔട്ടായി പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് നെഗറ്റീവുകളാണ് ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത്. അപ്പം ആളാരാന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഇന്ന് അത് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആളാരാണെന്ന്. ഇപ്പം രണ്ടാമത് ഇപ്പം ഈ കുറേശ്ശെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഹരീഷാറിൻ്റെ ഒക്കെ ഇതിൽ കുറേശ്ശെ ചെറിയ ഇങ്ങനെ വീണ്ടും പിച്ച വെച്ച് തുടങ്ങാൻ പോവാണ്. ഈ ചെയ്തിരുന്ന ക്യാരക്ടറിലേക്ക് പുതിയ ആളുകൾ വന്നപ്പോ അങ്ങനെയും അതുണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം ഹ്യൂമർ കാലാകാലത്ത് നമ്മൾ ചിലപ്പോൾ ഏറ്റോളന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു. എന്നാലും തീരെ ഇല്ലാതെ ആവുമല്ലോ. എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ നമുക്ക് ഉണ്ടാവില്ല. ഞാനതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാനും നിർമ്മലൊക്കെ സുഖമായിട്ട് പ്രോഗ്രാം ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഏകദേശം എത്ര സിനിമകൾ അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും? ഞാനത് ARM എന്ന് പറഞ്ഞ പടത്തില് ടോവിൻ്റെ അടുത്ത് ചേട്ടൻ വിളിച്ചിട്ട് എന്തേ വരാന്, നമ്മളെ പടത്തിൽ എന്തേ വരാന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു. പിന്നെ ചേട്ടന് ഡേറ്റ് ഉണ്ടായില്ല, ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്.